ജനരോഷമിരമ്പി എടയൂർ പുല്ലംപറമ്പ് അറവ് മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ പ്രക്ഷോഭം ശനിയാഴ്ച. കനക ഗോൾഡൻ ഡയമണ്ട്സ്, ഏഴൂർ റോഡ്, തിരൂർ. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മലപ്പുറം ജില്ലയിൽ എടയൂർ പഞ്ചായത്തിലെ കരേക്കാട് പുല്ലംപറമ്പ് പ്രദേശത്ത് ജനവാസ മേഖലയിൽ നിയമവിരുദ്ധമായി എക്കോമിസ് പ്രോട്ടീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി മെയ് 2 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്ലാന്റ് പരിസരത്തേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ഭൂമി കയ്യേറിയും സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലേക്കും ഭാവിയിൽ പതിച്ചു നൽകാനുള്ള ഭൂമിയിലേക്കുമുള്ള വഴി കയ്യേറിയും പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തിയും നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാടിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ കിലോമീറ്ററുകളോളം ദുർഗന്ധം പടരുകയും വായുജല സ്രോതസ്സുകൾ മാലിന്യമാകുകയും ചെയ്യും. കരേക്കാട് എടയൂർ പാങ്ങ് പ്രദേശത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളുടെ ഉത്ഭവ പ്രദേശമായ പുല്ലംപറമ്പ് ദേശം മാലിന്യമാകുന്നതോടെ ആ പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങൾ ജീവിതകാലം മുഴുവൻ കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലാകുകയും ചെയ്യും. അതുപോലെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ബേർഡ് സ്കൂൾ, സൈത്തൂൻ റെസിഡൻഷ്യൽ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കും. നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ഈ പ്രക്ഷോഭത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. നാടിനെ മാലിന്യ കൂമ്പാരമാക്കാൻ വിട്ടുനൽകില്ലെന്നും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സംഘാടക സമിതി വ്യക്തമാക്കി. എടയൂർ പഞ്ചായത്തിലെ 2ാം വാർഡ് ചേനാടംകുളമ്പ് സ്ഥിതി ചെയ്യുന്ന 2ാം വാർഡ് പുല്ലംപറമ്പ് എന്ന പ്രദേശത്ത് 2 ഏക്കറിൽ ഏകദേശം നിൽക്കുന്ന ഒരു കോഴി മാലിന്യ പ്ലാന്റ് അതിന്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയ് 2 തീയതി ഒരു ബഹുജന സമരം ഈ സൈറ്റിക്ക് നടത്താൻ ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. കോഴിമാലിന്യ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ കോഴിമാലിന്യ പ്ലാന്റ് അല്ല. നമുക്കറിയാം, ഫ്രഷ് കട്ട് സമരമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. താമരശ്ശേരി ഫ്രഷ് കട്ട് സമരമൊക്കെ അവിടെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ പുല്ലംപറമ്പ് പ്രദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ എടയൂർ ഗ്രാമപഞ്ചായത്തിൽ പകുതിയോളം നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അതിന്റെ വടക്കേ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറുവ ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡർ പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പുല്ലംപറമ്പ്, ഈ കോഴിമാലിന്റെ പ്ലാന്റ് വരുന്ന സ്ഥലം. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതിന് ബന്ധപ്പെട്ട ഇതിന്റെ ആളുകളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഈ കോഴിമാലിന്യ പ്ലാന്റ് ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവരരുത് എന്ന് ഇതിന്റെ ബന്ധപ്പെട്ട അതോറിറ്റിയോട് നമ്മൾ കൃത്യമായിക്കൊണ്ട് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഇതൊന്നും ഇവർ മുഖവിലക്കെടുക്കാതെ അവരുടെ ധാർഷ്ട്യത്തോടു കൂടി അവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് അവരുടെ കൈകൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ, അതിൻ്റെ ആ ഒരു എന്താ പറയുക അഹങ്കാരം കൊണ്ട് ഞങ്ങളവിടെ കൊണ്ടുവരും എന്നുള്ള ഒരു ധാർഷ്ട്യം അവർ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കോഴിമാലിന്യ പ്ലാന്റ് വന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം, ഒരു ചെറിയ രോഗം ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ കയറിയിട്ട് അത് വലിയ മാറാവ്യാധി രോഗം വന്നിട്ട് ഇന്നും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം പല ഇത്തരം കോഴിമാലിന്യ പ്ലാന്റ് വന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ സമരസമിതി ആളുകൾ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മലപ്പുറം മണ്ഡലത്തിലെ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരം ഒരു മാലിന്യ പ്ലാന്റ് അവിടെ സമരത്തിലാണ് ജനങ്ങൾ. അതുപോലെ മയിലാടി എന്ന സ്ഥലമുണ്ട് മലപ്പുറം മണ്ഡലത്തിൻ്റെ മയിലാടി എന്ന പ്രദേശത്ത്, അവിടെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഈ കോഴിമാലിന്യ പ്ലാന്റ് സംസ്കരിക്കേണ്ട എന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. വ്യവസായത്തൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ജനങ്ങളില്ലാത്ത, വസിക്കാത്ത എത്രയോ സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കെ ഇത്തരം ജനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ള സ്രോതസ്സുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ പുല്ലംപറമ്പ് പ്രദേശം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അവിടെ വന്ന മാധ്യമപ്രവർത്തകർക്ക് വന്നാൽ ശരിക്ക് കാണാം. അപ്പോൾ ഒരു നിയമ തടസ്സം ഈ പ്ലാന്റിന് വരാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരസമിതിൻ്റെ ആളുകൾ ഞങ്ങൾ വില്ലേജിൽ പോയിരുന്നു, തഹസിൽദാറെ കണ്ടിരുന്നു, അവിടെ പഞ്ചായത്തിൻ്റെ അധികാരികളെ കണ്ടു, ഒരു സ്റ്റോപ്പ് മെമ്മ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഇപ്പം എന്തോ നാളെ സ്റ്റോപ്പ് മെമ്മ കൊടുക്കുന്നതാണ്. കാരണം എന്താണ്, പൊതുമുതൽ ഞാൻ പറഞ്ഞ 5 മീറ്റർ റോഡും ഈ 4 അടി വഴിയും ഇവരുടെ ഈ ബൗണ്ടറിയാക്കി തിരിച്ചുകൊണ്ട് അവർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇത്തരം സംഗതികളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി സമരം, നമ്മളെ രാഷ്ട്രീയ ഭേദമെന്നെ, ജാതി ഭേദമെന്നെ, ബഹുജന ഒരു പ്രക്ഷോഭത്തിന് ഞങ്ങളുടെ ആ കരേക്കാട് നിവാസികൾ അതിന് ഒരുങ്ങാൻ പോവുകയാണ്.
പത്രസമ്മേളനത്തിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി സംഘാടക സമിതി അംഗങ്ങളായ നാസർ AP, AK റിഫായി, മുനീർ CC, AK മാനു, സിക്കന്ദർ PK, ബഷീർ K എന്നിവർ പങ്കെടുത്തു. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം.